നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കത്തോലിക്ക സഭയ്ക്ക് ഇനി പുതിയ ഇടയൻ. റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തു. കൊരട്ടിയിൽ നിയന്ത്രണം വിട്ട കാർ സൈക്കിളിലും ലോറിയിലും ഇടിച്ചു. സൈക്കിൾ യാത്രികൻ മരിച്ചു. മാക്കാൻ രാജേഷിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് പണവും സ്വർണമാലയും കവർച്ച ചെയ്ത കേസിലെ 5 പ്രതികളും റിമാൻഡിൽ. സംഗമേശ നഗരിയെ ഉത്സവ ആവേശത്തിലാഴ്ത്തി കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. തൃശൂർ വരാക്കര റൂട്ടിൽ പെർമിറ്റില്ലാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് പിടികൂടി. ഒല്ലൂരിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാറിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. വിശദമായ വാർത്തയിലേക്ക്. കത്തോലിക്ക സഭയ്ക്ക് ഇനി പുതിയ ഇടയൻ. റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തു. കൊരട്ടിയിൽ നിയന്ത്രണം വിട്ട കാർ സൈക്കിളിലും ലോറിയിലും ഇടിച്ചു. സൈക്കിൾ യാത്രികൻ മരിച്ചു. തൃശൂർ കൊരട്ടിയിൽ സൈക്കിൾ യാത്രികൻ കാറിടിച്ച് മരിച്ചു. കൊരട്ടി നയാര പെട്രോൾ പമ്പിന്റെ മുന്നിൽ വെച്ച് ഇന്ന് പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത്. ബംഗാൾ സ്വദേശിയായ സ്വപാൻ മണ്ഡലാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ സൈക്കിളിൽ ഇടിക്കുകയും തുടർന്ന് നിർത്തിയിട്ട ചരക്ക് ലോറിയുടെ പിന്നിൽ ഇടിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ കുടുങ്ങിയാണ് സൈക്കിൾ യാത്രികൻ മരിച്ചത്. അപകടത്തിൽ കാർ യാത്രികർക്കും പരിക്കേറ്റു. പാലക്കാട് കള്ളിക്കാട് സ്വദേശികളായ നീത ഫർസിൻ, താറമോനി സോറിൻ ഇവരെ കറുകുറ്റി അപ്പോളോ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാർ. കാറിനും ലോറിക്കുമിടയിൽ സൈക്കിൾ യാത്രികൻ കുടുങ്ങിപ്പോവുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാക്കാൻ രാജേഷിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് പണവും സ്വർണമാലയും കവർച്ച ചെയ്ത കേസിലെ 5 പ്രതികളും റിമാൻഡിൽ. മാക്കാൻ രാജേഷിനെ കാപ്പ നിയമപ്രകാരമുള്ള ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചതിന് റിമാൻഡ് ചെയ്തു. മേത്തല കയർ സൊസൈറ്റി സ്വദേശി വാലത്തറ വീട്ടിൽ മാക്കാൻ രാജേഷ് എന്നറിയപ്പെടുന്ന രാജേഷ് എന്നയാളും സുഹൃത്തും പടാക്കുളം സിഗ്നൽ ജംഗ്ഷന് സമീപം വെച്ച് കാറിൽ വന്ന് വട്ടം വെച്ച് തടഞ്ഞു നിർത്തി രാജേഷിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും 14 ഗ്രാം തൂക്കമുള്ള സ്വർണമാലയും 21,000 രൂപയും കവർച്ച ചെയ്ത് കൊണ്ടുപോയിരുന്നു. രാജേഷിന്റെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ പ്രതികളായ മേത്തല കണ്ടംകുളം സ്വദേശി കൊള്ളിത്തറ വീട്ടിൽ ഷാനു എന്നറിയപ്പെടുന്ന ഷാനവാസ്, മേത്തല അഞ്ചപ്പാലം സ്വദേശി ഈശ്വരമംഗലത്ത് വീട്ടിൽ വിജേഷ്, മേത്തല സ്വദേശിയും ഇപ്പോൾ മാള നെയ്തുകുടിയിൽ താമസിക്കുന്ന നെല്ലിപ്പറമ്പിൽ വീട്ടിൽ ഫാസിൽ, മേത്തല അഞ്ചപ്പാലം സ്വദേശി അറക്കുളം വീട്ടിൽ ഹനീസ്, മേത്തല എടമുക്ക് സ്വദേശി പെരുമ്പിയിൽ വീട്ടിൽ മണ്ണെണ്ണ ഷാനു എന്നറിയപ്പെടുന്ന ഷാനവാസ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഗമേശ നഗരിയെ ഉത്സവ ആവേശത്തിലാഴ്ത്തി കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. വൈഷ്ണവ മന്ത്രധ്വനികളാൽ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ താന്ത്രിക ചടങ്ങുകളാൽ പവിത്രമായ ക്ഷേത്രത്തിൽ പാണിയും തിമിലയും ചേങ്ങിലയും ചേർന്ന് സൃഷ്ടിച്ച നാദലയത്തിൽ മന്ത്രങ്ങൾ ആവാഹിച്ച് ക്ഷേത്രം തന്ത്രി നഗരമണ്ണ് ത്രിവിക്രമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നാരായണൻ നമ്പൂതിരിയാണ് കൊടിയേറ്റം നിർവഹിച്ചത്. കൊടിയേറ്റത്തിന് മുന്നോടിയായുള്ള ആചാര്യവരണം ചടങ്ങ് കുളമൺ ഇല്ലത്തെ രാമചന്ദ്രൻ മൂസ് നിർവഹിച്ചു. പഞ്ചാരി മേളത്തിന്റെയും ആനകളുടെയും കലകളുടെയും 10 ദിവസം നീണ്ടുനിൽക്കുന്ന മഹോത്സവത്തിന് ഇതോടെ തുടക്കമായി. കിഴക്കേ നടയിൽ വലിയ ബലിക്കല്ലിനോട് ചേർന്നുള്ള കൊടിമരത്തിൽ കൊടിയേറിയതോടെ ക്ഷേത്രകലകൾക്ക് തുടക്കമിട്ട് കൂത്തമ്പലത്തിൽ മിഴാവിന്റെ നാദമുയർന്നു. അമ്മന്നൂർ കുടുംബത്തിൽ നിന്നുള്ള അംഗം സൂത്രധാര കൂത്ത് നടത്തി. വില്ലുവട്ടത്ത് നങ്ങ്യാർ മഠം കുടുംബാംഗം നങ്ങ്യാർ കൂത്ത് നടത്തി. തുടർന്ന് കൊരമ്പ് മൃദംഗ കളരിയിലെ കുട്ടികളുടെ മൃദംഗമേളയും അരങ്ങേറി.
തൃശൂർ വരാക്കര റൂട്ടിൽ പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് പിടികൂടി. KL 38-19-21 നമ്പർ ബസ്സാണ് തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് MVI PV ബിജുവും AMVI PS ശ്രീജിത്തും ചേർന്ന് പിടികൂടിയത്. ഏപ്രിൽ 30-ന് ഈ വാഹനത്തിന്റെ പെർമിറ്റ് കാലാവധി തീർന്നിരുന്നു. ഇന്നലെ വൈകിട്ട് 4:30-ക്ക് തൃശൂരിൽ നിന്ന് യാത്രക്കാരുമായി വരാക്കരയ്ക്ക് പുറപ്പെട്ട ബസ് ആമ്പല്ലൂർ ടോൾ പ്ലാസയ്ക്ക് സമീപം പിടികൂടുകയായിരുന്നു. പെർമിറ്റില്ലാതെ സർവീസ് നടത്തിയതിനും യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതിരുന്നതിനും കണ്ടക്ടർ ലൈസൻസ് ഇല്ലാതെ ജോലി നോക്കിയതിനും എയർ ഹോൺ പിടിപ്പിച്ചതിനും ഫ്രണ്ട് ഗ്രിൽ ഊരിവെച്ചതിനും കൂടി 16,000 രൂപ പിഴ ചുമത്തി. യാത്രക്കാർ ഉണ്ടായിരുന്നതിനാൽ സർവീസ് വരാക്കര വരെ തുടരാനും തുടർന്ന് ഗ്യാരേജ് ചെയ്യുന്നതിനും നിർദ്ദേശം നൽകി. ഒല്ലൂരിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാറിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. ഒല്ലൂർ ചിരിയങ്കണ്ടത്ത് കാരക്കട ബിജു ആണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. ഒല്ലൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് സമീപത്തായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തു നിന്നും വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഒല്ലൂർ വ്യവസായ എസ്റ്റേറ്റിലെ മോളി എന്റർപ്രൈസസ് ജീവനക്കാരനാണ്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 30 രൂപ കൂടി ഗ്രാമിന് 9,015 രൂപ, പവന് 72,120 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കത്തോലിക്ക സഭയ്ക്ക് ഇനി പുതിയ ഇടയൻ. റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തു. കൊരട്ടിയിൽ നിയന്ത്രണം വിട്ട കാർ സൈക്കിളിലും ലോറിയിലും ഇടിച്ചു. സൈക്കിൾ യാത്രികൻ മരിച്ചു. മാക്കാൻ രാജേഷിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് പണവും സ്വർണമാലയും കവർച്ച ചെയ്ത കേസിലെ 5 പ്രതികളും റിമാൻഡിൽ. സംഗമേശ നഗരിയെ ഉത്സവ ആവേശത്തിലാഴ്ത്തി കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. തൃശൂർ വരാക്കര റൂട്ടിൽ പെർമിറ്റില്ലാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് പിടികൂടി. ഒല്ലൂരിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാറിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.